ഓഫർ തട്ടിപ്പിൽ എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ ആരോപണം. വീട്ടമ്മമാരിൽ നിന്നും കോടികൾ തട്ടിയ സൈൻ സൊസൈറ്റിയുടെ ചുമതലക്കാരനാണ് രാധാകൃഷ്ണൻ. CPM BJP കൂട്ടുകെട്ടിന് ഉദാഹരണമാണ് ഈ തട്ടിപ്പ് കേസെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. കേരളത്തിലുടനീളം ഈ അനന്തു കൃഷ്ണനുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഈ പരിപാടിക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുന്നില്ല, കേസ് ഉണ്ടാകുന്നില്ല. നൂറുകണക്കിന് പരാതികൾ ഉണ്ടായിട്ടും എൻ രാധാകൃഷ്ണനെതിരെ ഒരു കേസും ഉണ്ടാകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ എൻ രാധാകൃഷ്ണനെതിരായിട്ട് പരാതി കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് തന്നെ ഈ പരാതിക്കാരെയും എൻ രാധാകൃഷ്ണനെയും തമ്മിൽ സെറ്റിൽ ചെയ്യുകയാണ്. ഒരു പരാതിയും അതല്ലെങ്കിൽ കേസ് എടുക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമം പോലീസ് തന്നെ നടത്തി കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസിന് കിട്ടിയത് കൊണ്ട് എൻ രാധാകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടിയുമായിട്ട് കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ്. വാസ്തവത്തിൽ ഈ എൻ രാധാകൃഷ്ണന്റെ സൈൻ സംഘടന നടത്തിയത് ഈ ഒരു മണി ചെയിൻ മോഡൽ തട്ടിപ്പ് തന്നെയല്ലേ? സ്വാഭാവികമായിട്ട് അത് ഒരു സാമാന്യ യുക്തിയല്ലേ? ആ മോഡൽ സാമ്പത്തിക ഇടപാടിനെതിരെയല്ലേ കേസെടുക്കേണ്ടത്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സ്കൂട്ടർ കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു എന്നുള്ളതിനെതിരെ അല്ല കേസെടുക്കേണ്ടത്. മറിച്ച് രാജ്യം നിരോധിച്ചിട്ടുള്ള മണി ചെയിൻ മോഡൽ സാമ്പത്തിക ഇടപാട്, കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാട് എങ്ങനെ നടത്തി, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തി, ഏത് നിയമപരിരക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാൻ സാധിച്ചത്? ഈ CSR ഫണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് അത്തരമൊരു CSR ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സാമാന്യമായിട്ടുള്ള യുക്തിയാണ്. അപ്പൊ 5000-ലധികം സ്കൂട്ടറുകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപ ഇവർ എവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തു ഈ 5000 സ്കൂട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട്? സ്വാഭാവികമായിട്ടും 1,20,000 രൂപയുടെ സ്കൂട്ടർ 60,000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ ബാക്കി 60,000 രൂപ എവിടുന്ന് കണ്ടെത്തി? ഒരു തരത്തിലുള്ള CSR ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നിരിക്കെ ഇത്രയും ഭീമമായ സംഖ്യ, കോടിക്കണക്കിന് രൂപ എൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ സംഘടനയും എവിടുന്ന് കണ്ടെത്തി? ഇതൊക്കെ അന്വേഷണം വിധേയമാക്കണ്ടേ?